നടന്ന സ്ഥലത്ത് ലോറി പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് ക്യാബിൻ മുകളിലേക്ക് ഉയർന്ന നിലയിലുമാണെന്നുള്ളതാണ് പ്രാഥമികമായൊരു നിഗമനം. അത് പൂർണ്ണമായും ഈ അവശിഷ്ടങ്ങൾ മാറ്റി അതിനരികിലെത്തിയാൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ്. അവയൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ആ വെള്ളത്തിലെ മുങ്ങൻ ആർക്കും ആവില്ല. ಖಂಡಿತವಾಗಿ ಅರ್ಜುನ അവിടെ ഇരിക്കുന്ന ഒരു നമ്മൾ വിശ്വാസത്തിലേ പോകും. അവൻ ഒരു ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ തേടാൻ പോകും. വലിയ രീതിയിൽ മണ്ണും ചളിയുമാണ് മരങ്ങളുമാണ് അല്ലേ? മരങ്ങൾ ഒരു ആളത മരം വല്യമായിട്ട് 2-3 മരം ഉണ്ട് മേലിൽ നിന്ന് വന്നത്. അതെല്ലാം തടിച്ച് നമ്മളെ പേരുടെ ഉള്ളിൽ പോയി 3ാമത്തെ ബൈയാണ് അതിലെ ഉള്ളിൽ പോയി പിന്നെ ഒന്നും ആക്കാനേ ഇല്ല. പിന്നെ അത്ര സ്പീഡിൽ കയർ വിട്ട് മേലെ വന്ന് നമ്മളെ റെസ്ക്യൂ ഒരു ബട്ടൺ ഉണ്ട് അതിൽ അപ്പൊ മേലെ വന്ന് ഇല്ലെങ്കിൽ ഞാൻ അതിനേ ഉള്ളൂ ഞാനും മേലെ വരുള്ളൂ. ആ സാധ്യത മാതിരി ഉണ്ടാവും. ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് ക്യാബിൻ മുകളിലേക്ക് ഉയർന്ന നിലയിലുമാണെന്നുള്ളതാണ് പ്രാഥമികമായൊരു നിഗമനം. ಎಲ್ಲರ ಪ್ರಾರ್ಥನೆ